5ാം ക്ലാസ്സിൽ 2024 നടന്ന പാദവാർഷിക പരീക്ഷ, അതായത് കഴിഞ്ഞ വർഷം നടന്ന പാദവാർഷിക പരീക്ഷ അഖീദയുടെ ചോദ്യ പേപ്പറാണിത്. മാർക്ക് 50. 1. യോജിച്ചവ ചേർക്കാം. ഇവിടെ തന്നിട്ടുണ്ട്. ഫഖദ് ആദൻതഹു ബിൽ ഹർബി, നീന്തിക്കൊണ്ടിരിക്കുന്നു, മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ലളുൽമുൻ അലീം. ഒന്നാമത്തെ ചോദ്യം, ഈജിപ്റ്റ് ഗവർണർ. അതിൻ്റെ ഉത്തരം അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈജിപ്റ്റ് ഗവർണർ അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ, ഇന്ന ശിർക ലളുൽമുൻ അലീം. ഇന്ന ശിർക ലളുൽമുൻ അലീം. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. മൂന്നാമത്തെ, മൻ ആദലി വലിയൻ ഫഖദ് ആദൻതഹു ബിൽ ഹർബി. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. മൻ ആദലി വലിയൻ ഫഖദ് ആദൻതഹു ബിൽ ഹർബി. അതിൻ്റെ അർത്ഥമാണ്, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. നാലാമത്തെ, എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. വകുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ. സൂറത്തു യാസീനിലെ ഒരായത്താണ്. അതിൻ്റെ അർത്ഥമാണ്, എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. 5. പ്രവാചകന്മാരുടെ മോജിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. പ്രവാചകന്മാരുടെ മോജിസത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ്. പൂർത്തിയാക്കാം. അതിൽ ഒന്നാമത്തെ, വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഡാഷ്. വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയ. ഉത്തരം ഔലിയ. രണ്ടാമത്തെ, വൈൻകാനല്ലാഹു യുജിരിക്കി ഫസ്അലുൽ വാഹിദൽ ഖഹാറ ഡാഷ്. അവിടെ എഴുതേണ്ട ഉത്തരം അൻ യുജിരിയക്കി. അൻ യുജിരിയക്കി. വൈൻകാനല്ലാഹു യുജിരിക്കി ഫസ്അലുൽ വാഹിദൽ ഖഹാറ അൻ യുജിരിയക്കി. നിന്നെ ഒഴുക്കുന്നത് അള്ളാഹു ആണെങ്കിൽ വാഹിദും ഖഹാറുമായ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നൈൽ നദിക്ക് അയച്ച കത്തിലെ വാചകമാണത്. മൂന്നാമത്തെ, ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഡാഷ്. അതിൻ്റെ ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയിരുന്നത്. തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയിരുന്നത്. നാലാമത്തെ, അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഡാഷ്. അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഏകനാണ്. അഞ്ചാമത്തെ, അംബിയ, ഔലിയ, ശുഹദ തുടങ്ങിയവർ സച്ചരിതരും ഡാഷ്. സച്ചരിതരും സദ്വൃത്തരുമാണ്. അംബിയ, ഔലിയ, ശുഹദ തുടങ്ങിയവർ സച്ചരിതരും സദ്വൃത്തരുമാണ്. വ്യക്തമാക്കാം. ഒന്നാമത്തെ, അംബിയ മുർസലുകൾ. അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. രണ്ടാമത്തെ, മോജിസത്ത്. അതിൻ്റെ ഉത്തരം അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത്. അതിൻ്റെ ഉത്തരം അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത്. മൂന്നാമത്തെ ചോദ്യം, കറാമത്ത്. അതിൻ്റെ ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. നാലാമത്തെ ചോദ്യം, ഔലിയാക്കൾ. ഔലിയാക്കൾ. അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും
സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. അതിൻ്റെ ഉത്തരം അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ. ഉത്തരം എഴുതാം. ഒന്നാമത്തെ, മാജിക്കും മോജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അതിൻ്റെ ഉത്തരം മാജിക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മോജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ഉത്തരം മാജിക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മോജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ, അള്ളാഹു ശിക്ഷ നൽകും ആർക്ക്? അതിൻ്റെ ഉത്തരം അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. മൂന്നാമത്തെ ചോദ്യം, കട്ടിലിൽ കിടക്കുന്ന മയ്യത്തിനോട് ഈസാ നബി അലൈഹിസ്സലാം എന്താണ് പറഞ്ഞത്? ഉത്തരം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നീ എഴുന്നേൽക്കൂ. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നീ എഴുന്നേൽക്കൂ എന്നാണ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. നാലാമത്തെ, മൂസാ നബിയുടെ കയ്യിലുണ്ടായിരുന്ന വടി താഴെയിട്ടാൽ എന്താകും? അതിൻ്റെ ഉത്തരം അത് ഭീകരമായ ഒരു സർപ്പമായി മാറും. അതിൻ്റെ ഉത്തരം അത് താഴെയിട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറും. അഞ്ചാമത്തെ ചോദ്യം, ഷിർക്ക് എന്നാൽ എന്ത്? അഞ്ചാമത്തെ ചോദ്യം, ഷിർക്ക് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വാസമാണ് ഷിർക്ക്. അതിൻ്റെ ഉത്തരം അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുകളിൽ നിന്ന് 3 എഴുതാം. അതിൻ്റെ ഉത്തരം നബിയുടെ ഏറ്റവും വലിയ മോജിസത്ത് ആദ്യം എഴുതാം. പരിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ ഇസ്രാ മിഅ്റാജ്, മൂന്നാമത്തെ ചന്ദ്രൻ പിളർന്ന സംഭവം. ഒന്നാമത്തെ പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ ഇസ്രാ മിഅ്റാജ്, മൂന്നാമത്തെ ചന്ദ്രൻ പിളർന്ന സംഭവം. അടുത്തത് പൂരിപ്പിക്കാം. ഒന്നാമത്തെ, ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും ഡാഷ് അനുനിമിഷം ഈ ഡാഷ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ. അതിൻ്റെ ഉത്തരം ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി. ഇവിടെ എഴുതാനുള്ളത് സർവതന്ത്ര സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ. ഇവിടെ എഴുതാനുള്ളത് ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ. ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നതൻ. ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.